സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുമോ കേരളത്തിൽ? എന്താണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ? എന്തുകൊണ്ടാണ് ഗവർണർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം? ഇതൊക്കെയാണ് പലരുടെയും ഉള്ളിൽ ഇപ്പോൾ ഉദിക്കുന്ന സംശയം. എന്നോട് തന്നെ പലരും ഇതേപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി. എന്താണ് താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതായത് ചിലര് ട്രഷറി സേവിങ്സ് ബാങ്കില് പണം പിന്നെ അവരുടെ FD ഇട്ടിട്ടുള്ളവര്, ആ FD യെ പോലും ഇത് ബാധിക്കുമോ? അതുപോലും കരുവന്നൂർ ബാങ്കിൽ പൈസ ഇട്ടതുപോലെ ആകുമോ എന്ന സംശയമാണ് പലർക്കും. കാരണം നാം മലയാളികൾ അല്ല ആരുമാകട്ടെ, സാധാരണക്കാര് വളരെ വയറ് വരിഞ്ഞു മുറുക്കി ഉടുത്തിട്ടാണ് എന്തെങ്കിലും ഒരു സേവിങ്സ് ഉണ്ടാക്കുന്നത്. ഈ സേവിങ്സ് ഉണ്ടാക്കുന്നതോ നമ്മൾ വളരെ വ്യക്തമായ കാരണങ്ങൾ കാണും. അതായത് അങ്ങനെ കുറച്ചായിട്ടെങ്കിലും സേവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടത്താൻ പറ്റില്ല എന്ന് നമുക്ക് ഭയമുള്ള പല ചെലവുകളും കാണും. ഉദാഹരണത്തിന് ഒരു പക്ഷേ മകളെ കല്യാണം കഴിച്ചയക്കുന്നതിനാകാം, അല്ലെങ്കിൽ മകളെയും മകനെയും പഠിപ്പിക്കുന്നതിന് വേണ്ടിയാകാം. അങ്ങനെ പല കാര്യങ്ങൾക്കും മാതാപിതാക്കൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചെലവുകൾ വരും. ചെലവുകൾ അടിക്കടി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾ എപ്പോ വരും, എങ്ങനെ ചെലവഴിക്കും, എങ്ങനെ അതിന് പണം കണ്ടെത്തും എന്ന ഭയമൊക്കെയാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെയാണ് സേവിങ്സ്. അപ്പൊ ഈ ട്രഷറി സേവിങ്സ് ബാങ്കിൽ തന്നെ പണം ഡെപ്പോസിറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്നവര് കുറച്ചുകൂടി പിന്നെ രാജ്യസ്നേഹമുള്ളവരാണ്. സംസ്ഥാനത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തില് ആ പണം കൈകാര്യം ചെയ്യാൻ ഒത്തോട്ടെ എന്ന് വിചാരിച്ചാണ് ഇടുന്നത്. പക്ഷെ ആ പ്രതിസന്ധി മൂർജിച്ച് ഇപ്പൊ ഉള്ളത് പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഗവർണർക്ക് സംശയം വരുന്നു. ഗവർണറുടെ സംശയത്തെ ഒരു കാരണവശാലും നമുക്ക് എന്താണ് പറയുക, അശ്രദ്ധമായ അല്ലെങ്കിൽ കരുതി കൂട്ടിയുള്ള ഒരു സംശയം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതേപ്പറ്റി നമ്മുടെ മാധ്യമങ്ങളിലും അതായത് വാർത്താ മാധ്യമങ്ങളിലും അല്ലാതെ തന്നെ മീഡിയയിലും ഒക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആർക്കും ഭയം തോന്നും. എങ്ങനെ നാളേക്ക് മുൻപോട്ട് പോകും? അതായത് ശരിക്ക് നമ്മുടെ മറിയക്കുട്ടി അമ്മച്ചിയൊക്കെ പിച്ചച്ചട്ടി എടുത്ത് പോയതുപോലെ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ആർക്കാണ് ഭയം തോന്നാതിരിക്കുക? ആർക്കാണ് എന്തെങ്കിലും ആനുകൂല്യം, അതായത് ട്രഷറി വഴിയായിട്ടോ ഗവൺമെന്റ് വഴിയായിട്ടോ ആർക്കാണ് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നത്? അങ്ങനെയുള്ളൊരു പരിതസ്ഥിതിയിലാണ് ഇപ്പൊ നമ്മൾ ഈ സാമ്പത്തിക എന്താ പറയുക എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി, അതിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ഫിനാൻഷ്യൽ എമർജൻസി എന്നാണ്. എന്താണ് ഈ ഫിനാൻഷ്യൽ എമർജൻസി? കോൺസ്റ്റിറ്റ്യൂഷന്റെ 360 വകുപ്പ് 1 സബ് സെക്ഷൻ 1 അനുസരിച്ച് പ്രസിഡന്റിന് ചില ഘട്ടങ്ങളിൽ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും വേണമെന്നുണ്ടെങ്കിൽ എമർജൻസി ഡിക്ലയർ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇങ്ങനെ എമർജൻസി ഡിക്ലയർ ചെയ്യാനുള്ള ഒരു അവകാശം ഇപ്പോൾ ഗവർണർ പിന്നെ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും പ്രസിഡന്റ് ആ 360 വകുപ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എമർജൻസി ഡിക്ലയർ ചെയ്യുകയും ചെയ്യും, ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലയർ ചെയ്യുകയും ചെയ്യുമോ? അതാണ് പലർക്കുമുള്ള ഭയം. അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് ആർക്കും പറയാൻ പറ്റും, ഒരു പക്ഷേ അത് അനിവാര്യമായി വന്നേക്കാം ഇങ്ങനെ അങ്ങ് പോയാൽ. പക്ഷേ നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആദരണീയനായ ഗവർണർ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹത്തിന്റെ അടുത്ത് കിട്ടിയ, അതായത് ഈ എമർജൻസി ഡിക്ലെയർ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ വരണം, അല്ലെങ്കിൽ അതിന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് മുൻപിൽ കിട്ടിയ പേപ്പറുകൾ അദ്ദേഹം ചീഫ് സെക്രട്ടറിയോട് അതിന്റെ വിശദീകരണം ചോദിച്ചു. ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ച് അത് മാധ്യമങ്ങളിലൊക്കെ വന്നതോടുകൂടി നമുക്കറിയാം, ഒരു പൈസ പോലും ഖജനാവിലില്ല എന്ന് പറഞ്ഞിരുന്ന ഖജനാവിലേക്ക് വെരി നെക്സ്റ്റ് ഡേ, ആ തൊട്ടടുത്ത ദിവസം 1600 കോടി വന്നു ചേരുന്നു. അത് വളരെ നല്ല ഒരു ലക്ഷണമാണ്. അപ്പൊ ആരും ചോദിക്കാനില്ലെങ്കിൽ എങ്ങനെയുമാകാം. നമ്മുടെ നാട്ടുപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ആരും ചോദിക്കാനില്ലെങ്കിൽ വീട്ടിലെ കാരണവർക്ക് എന്തുമാകാം എന്ന് പറയുന്നത് പോലെ സംസ്ഥാനത്ത് ആരും ഇത് ചോദിക്കാനില്ല എന്നുണ്ടെങ്കിൽ ഖജനാവിലേക്ക് വരുന്ന ഓരോ പൈസയും എടുത്ത് ഞങ്ങൾ മുടിക്കും എന്ന
ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഗവൺമെന്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു ഈ തരത്തിലുള്ള ഒരു പ്രതികരണം അവരെ ഇത്തിരി വിറളി പിടിപ്പിച്ചു എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം നോക്കുമ്പോൾ ഖജനാവിലേക്ക് 1600 കോടി വരുന്നു. കാരണം ട്രഷറി സ്തംഭിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ സ്തംഭിച്ചിരുന്ന ഒരവസരത്തിലാണ്, അതായത് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് എടുത്തു 1673 കോടി. ആ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് പോരാത്തത് കൊണ്ട് പിന്നെന്താണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്തു. ആ ഓവർ ഡ്രാഫ്റ്റിലേക്ക് 14 ഈ ചില മാസങ്ങളിൽ തന്നെ 14 ദിവസമൊക്കെ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുന്നു. ഇതൊന്നും കേരളത്തെ സംബന്ധിച്ച് 2000 ആണ്ടിന് ശേഷം കേരളത്തെ സംബന്ധിച്ച് ഓവർ ഡ്രാഫ്റ്റോ ധനപ്രതിസന്ധിയോ ഒന്നും പുതിയ കാര്യമല്ല. പക്ഷെ അതേ സമയത്ത് ഇത്രയേറെ ഞെരുക്കം അനുഭവിക്കുന്നത് പുതിയ കാര്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസ് അത് പോരാത്തത് കൊണ്ട് ഓവർ ഡ്രാഫ്റ്റ് അത് തിരിച്ചടയ്ക്കേണ്ട സമയത്തേക്ക് എന്ത് ചെയ്യും, തിരിച്ചടയ്ക്കേണ്ട സമയമായപ്പോഴേക്കും ഖജനാവിൽ പണമില്ല എന്ന് പറഞ്ഞാണ് 10,000 കോടി ഉടനെ കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ധനമന്ത്രി കേന്ദ്ര ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. അപ്പോഴാണ് അങ്ങനെ അത്ര ഗത്യന്തരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അടുത്ത 3 മാസം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസവും കൂടി കഴിഞ്ഞാലേ ഈ ധനവർഷം നമുക്ക് തീരുള്ളൂ. അപ്പൊ ഈ ധനവർഷത്തെ ആ 3 മാസത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു തുക, അത് എത്ര, 3800 കോടി രൂപ നമുക്ക് ഈ വർഷം GSDPയുടെ 3% കടമെടുക്കാവുന്നത്. അതിന്റെ 3800 കോടി രൂപ ഈ 3 മാസത്തേക്കാക്കി കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് നിർബന്ധപൂർവ്വം തടഞ്ഞു വെച്ചത്. അല്ലായിരുന്നെങ്കിൽ ഈ 3800 കോടിയും സംസ്ഥാന ഗവൺമെന്റ് തിരുവോണത്തിന് മുൻപ് തന്നെ കടമെടുത്ത് തീർക്കുമായിരുന്നു. അപ്പൊ അവിടെ ഒരു അച്ചടക്കം കൊണ്ടുവന്നിട്ടാണ് ഈ 3800 കോടി രൂപ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്കായിട്ട് മാറ്റിവെച്ചത്. അപ്പൊ അങ്ങനെ ഈ 10,000 കോടി കൂടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് കേന്ദ്രം അടുത്ത 3 മാസങ്ങളിലേക്ക് വെച്ചിരിക്കുന്ന ആ 3800-ൽ നിന്ന് 2000 കോടി കടമെടുക്കാൻ അനുവദിക്കുന്നത്. അങ്ങനെ അത് ബാലഗോപാൽ കടമെടുത്തു. പക്ഷെ ആ കടമെടുത്ത ഫണ്ട് എത്തുന്നതിന് മുൻപ്, കടമെടുക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ എന്താണ് നമ്മുടെ ഗവർണർ ഇങ്ങനെയൊരു കൊറി ഇട്ടതോടുകൂടി, ഇങ്ങനെയൊരു സാധ്യതയ്ക്കുള്ള ഒരു സിഗ്നൽ കാണിച്ചതോടുകൂടി ഖജനാവിലേക്ക് 1600 കോടി എത്തിച്ചേരുന്നു. അപ്പൊ ഖജനാവ് empty അല്ല, അതിനകത്ത് അത്യാവശ്യം വേണ്ടതുണ്ട് എന്ന് കാണിക്കുക. അപ്പൊ കഴിഞ്ഞ, അതായത് ഡിസംബർ വരെയുള്ള കാലത്ത് എടുക്കാമായിരുന്നതിന്റെ 52 കോടി കയ്യിലുണ്ട്. അതിന്റെ കൂടെ 2000 കോടി ഇപ്പൊ കടം എടുത്തു. ഇനി അപ്പൊ ബാക്കി എന്ത് ശേഷിക്കുന്നു? 1852 കോടിയാണ്. അതായത് 3800 കോടിയിൽ നിന്ന് 2000 കോടി ഇപ്പൊ കടമെടുത്തു. 52 കോടി പ്ലസ് 1800 അത് ബാക്കിയുള്ളത് എല്ലാം കൂടി 1852 കോടി. 1852 കോടി അതാണ് ഇനി വരും 3 മാസങ്ങളിലേക്കായിട്ട് സംസ്ഥാനത്തിന് കടമെടുക്കാവുന്നത്. അങ്ങനെ കടമെടുക്കാവുന്നത് എന്ന് പറയുമ്പോൾ സംസ്ഥാനം മുൻപോട്ട് വയ്ക്കുന്ന എന്താണ് അഭിപ്രായം? അതായത് 30,000 കോടിയുടെ ചെലവാണ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് സംസ്ഥാനത്ത് വേണ്ടി വരുന്നത്. ഈ 30,000 കോടി രൂപയുടെ ചെലവ് വേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് 1852 കോടി രൂപയെ ഇനി കടമെടുക്കാനുള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ 30,000 കോടിയുടെ സ്ഥാനം ഈ 1852 കോടി കൊണ്ട് നികത്താനാവുക?